തെളിയിക്കപ്പെട്ടതോടെ വധശിക്ഷ പ്രൂവ് ചെയ്തു. തുടർന്ന് അപ്പീൽ കോടതികളൊക്കെ വധശിക്ഷ അംഗീകരിച്ചു എന്നുള്ളതാ. നമ്മുടെ നാട്ടിലാണെങ്കിലോ കോടതി ഒന്ന് പറയും, ജനങ്ങൾ ഒന്ന് പറയും. ഫസൽ ഗഫൂറൊക്കെ എന്താ പറഞ്ഞത്? ഇവിടെ കോടതിയും ഭരണഘടനയും ഒന്നും നമ്മുടെ പ്രശ്നമല്ല, ജനഹിതമാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത് എന്ന് കലാപ ആഹ്വാനമാണ് നൽകിയത്. പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത്, വരുമെന്ന് പറഞ്ഞ സമയത്ത്, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് പരമാവധി ശിക്ഷ നൽകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം സൗദിക്കാർക്ക് ഉറപ്പ് നൽകുകയാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്. സൂക്ഷിച്ചോ, ഈ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന എന്തിലെങ്കിലും ആരെങ്കിലും പെട്ടുപോയാൽ ഒരു മാപ്പോ കോപ്പോ അപ്പീലോ ഒന്നും അവര് സ്വീകരിക്കില്ല, തല വെട്ടുക, അതല്ലാതെ മറ്റു വഴിയില്ല. അതുകൊണ്ട് ആ രാജ്യത്ത് രാജ്യവിരുദ്ധരില്ല, ആ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ അവിടെ ഇല്ല. രാജ്യത്തിന്റെ സുരക്ഷ തകർക്കാൻ ബോധപൂർവം ഇറങ്ങി പുറപ്പെട്ട ആളുകൾക്കെതിരെ മതനിയമം നടപ്പിലാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസ്താവനയിൽ ഓർമ്മിപ്പിക്കുവാണ്. എങ്ങനെ? പബ്ലിക്കായിട്ട് എല്ലാവരെയും ഓർമ്മിപ്പിക്കുവാണ്. ചെണ്ട കൊട്ടി നമ്മൾ പണ്ട് പറയില്ലേ, പിന്നെ വിളംബരം നടത്തുക എന്ന്, അതുപോലെ ഓരോരുത്തരെയും ബോധവൽക്കരണം നടത്തുവാണ്. 2023 സൗദിയില് ഒരു കൊലപാതകം നടന്നു. അപ്പോ ഉണ്ടായ ഒരു നിയമമുണ്ട്, കൊലപാതകം, ഭീകരവാദം, ഇതൊക്കെ ഉൾപ്പെട്ട കേസുകളില് 170 പേരെയാണ് അന്ന് വധിച്ചത്. അതായത് കൊലയ്ക്ക് പകരം കൊല, അതാണ് മതവിധി. ഭീകരവാദം എന്ന് പറഞ്ഞാൽ അവരെ വച്ച് പൊറുപ്പിക്കാൻ പാടില്ല, അവരെ ഇല്ലാതാക്കുക, അത് തന്നെ. കാരണം അവരിനിയും ജാമ്യം എടുത്ത് പുറത്തു വന്നാലും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഭീകരത വർക്കൗട്ട് ആകുമെന്ന് അവർക്കറിയാം. കഴിഞ്ഞ ഡിസംബറിൽ മാത്രം 38 തലകളാണ് സൗദി വെട്ടിയത്. കഴിഞ്ഞ വർഷം തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് 33 പേര് വധശിക്ഷയ്ക്ക് ഇരയായി. 2023 വധശിക്ഷ നടപ്പിലാക്കപ്പെട്ട ആളുകളിൽ 5 ഇന്ത്യക്കാരുണ്ടായിരുന്നു. നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? നമ്മുടെ ഏതെങ്കിലും ഒരു ദൃശ്യശ്രവണ മാധ്യമം ആ വാർത്ത എടുത്തു കൊടുത്തതായിട്ട് അറിയാമോ? കാരണം അവര് ആ രാജ്യത്തിരുന്ന് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു. ആ രാജ്യത്തിരുന്ന് മാതൃരാജ്യമായ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചു. അത് ഇന്ത്യക്കും ബോധ്യപ്പെട്ടു, അപ്പീലിന് പോയില്ല. അവരുടെ ജീവൻ വിലപ്പെട്ടതാണ് എന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് തോന്നിയതുമില്ല. കാരണം നമ്മുടെ രാജ്യത്തേക്ക് അവർ തിരിച്ചു വന്നാലും ആ രാജ്യത്തെ തകർക്കാനേ അവർ ശ്രമിക്കൂ എന്നത് സൗദി കൃത്യമായിട്ട് ഭാരതത്തെ ബോധവൽക്കരണം നടത്തി. പക്ഷേ 8 പേരെ ഖത്തർ പിടിച്ചപ്പോൾ അവർ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നവരാണ്, ആ ജീവൻ വിലപ്പെട്ടതാണ് എന്ന് ഭാരതത്തിന് അറിയാമായിരുന്നു. 2014 ശേഷം ഇതാദ്യമായിട്ടാണ് 5ഓളം ഇന്ത്യക്കാർ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധേയമാകുന്നത്. കവർച്ച ലക്ഷ്യത്തോടെ ഇന്ത്യക്കാരനെ കാറിടിച്ച് കൊന്ന കേസിൽ 2 സൗദി പൗരന്മാരുടെ വധശിക്ഷ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നടപ്പിലാക്കിയത്. ഇതൊക്കെ രാജ്യത്ത് ഒരു നിയമം എഴുതി വെച്ചിരിക്കുന്നത് നടപ്പിലാക്കാനാണ്, അതല്ലാതെ വെറുതെ പേപ്പറിൽ എഴുതി വായിക്കാൻ വേണ്ടിയിട്ടോ അലങ്കാരത്തിന് വേണ്ടിയോ അല്ല എന്ന് സൗദി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞാനൊന്ന് ചോദിക്കട്ടെ ബൈജു, ഒരു പക്ഷേ ഇനിയും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ സൗദി അറേബ്യയിലോ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലോ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ആ നാട്ടിൽ? അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉപരി നമ്മൾ തിരിച്ചൊന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ സൗദിയിൽ തലയറുക്കപ്പെട്ട ആ നേതാക്കന്മാർ സത്യത്തിൽ ഭാരതത്തിലായിരുന്നെങ്കിൽ ഇന്ന് ഒരു പക്ഷെ പല സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും അതല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിമാരും ഒക്കെ ആയിരുന്നു. അത് പ്രത്യേകിച്ച് കേരളത്തിനെ എടുത്തു പറയേണ്ടതുണ്ട്. ഇതിപ്പോ ഇതേപോലെ തന്നെ നിയമത്തിന്റെ കാര്യം ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന ഒരു ആപ്തവാക്യമുണ്ട്. നീതി ദേവതയുടെ കണ്ണ് കെട്ടിക്കൊണ്ടാണ് നീതി നിർവഹിക്കുന്നത് എന്നൊക്കെയാണ് വെപ്പ്. ഒരിക്കലും നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികളെ നമുക്ക് വിമർശിക്കാൻ നമുക്ക് അധികാരമില്ല, കോടതി അലക്ഷ്യമാണ് എന്നുള്ളത് അറിയാം. പക്ഷെ ഓരോ സാധാരണക്കാരനും ഇവിടെ ചിന്തിക്കുന്നത് ഏറ്റവും അവസാനം അവന് നീതി കിട്ടുന്ന കോടതികളിലേക്ക് ഓടുമ്പോൾ അവിടെയും എന്താണ് കിട്ടുന്നത് എന്ന് കൃത്യമായിട്ടും ഇന്ന് നേരിട്ട് അനുഭവിക്കുന്ന ഒരുപാട് ഇൻസിഡന്റുകൾ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും കണ്ണ് തുറക്കുന്നത്. ഇന്നിപ്പോൾ TV തുറന്നു കഴിഞ്ഞാൽ തന്നെ ഭയാനകമായ വാർത്തകളാണ് വരുന്നത്. കാരണം ഇപ്പൊ വയനാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആ കുട്ടിയുടെ കാര്യം തന്നെ 18-ാം തീയതി നടന്ന ആ കൊലപാതകം തന്നെ എന്ന് പറയേണ്ടതുണ്ട്. കാരണം
പ്രേരണ കുറ്റം എന്ന ചെറിയ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ആ കുട്ടിയുടെ വാർത്ത ഇന്ന് മുതലാണ് ചാനലുകൾ ബ്രേക്കിംഗ് ചെയ്തു കൂടെ തുടങ്ങിയത്. അതിലെ പ്രതികൾ ഇന്നും പിടിയിലാക്കപ്പെട്ടിട്ടില്ല. അതിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നു. അവരൊക്കെ കൂളായിക്കൊണ്ട് തന്നെയാണ് പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നതും അതിലെ പ്രതികൾ ഒളിച്ചിരിക്കുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നു. ആ കുട്ടിക്ക് ഏകദേശം 3 ദിവസത്തോളം വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ അതിദാരുണ രീതിയിൽ പീഡിപ്പിച്ചെന്ന വാർത്ത വരുന്നു. ഇതൊക്കെ ഇവരെ പ്രേരിപ്പിക്കുന്നത് സത്യത്തിൽ നമ്മുടെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പുസ്തകങ്ങളിൽ മാത്രം എഴുതപ്പെട്ടിട്ടുള്ള ഈ നിയമ സംഹിതകളൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ സത്യത്തിൽ അറബ് രാജ്യങ്ങളായിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റൊട്ടനവധി വിദേശ രാജ്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. അവിടെയൊന്നും സത്യത്തിൽ ഈ ഭാരതത്തിൽ കാണുന്ന ഈ നിയമത്തിലൂടെ രക്ഷപ്പെടുന്ന പ്രതികൾ എന്നത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സത്യത്തിൽ അന്ന് അംബേദ്കർ സാർ എഴുതി വെച്ച ആ നിയമം അതൊക്കെ എത്രയോ പഴകിയ നിയമങ്ങൾ തന്നെയാണ് എന്നുള്ളതും മാത്രമല്ല ചിട്ടവട്ടങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതും ടീച്ചർ കൂട്ടിച്ചേർത്ത മറ്റൊരു വാക്കാണ് രാജകീയ ഭരണം എന്നുള്ളത്. നമ്മൾക്കറിയാം രാജകീയ ഭരണം, രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഇത്ര കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മുടെ ഭാരതത്തിലും. പിന്നീട് ഭാരതം സ്വാതന്ത്ര്യം ലഭിക്കാനും അതിന് മുൻപായാലും അതല്ലെങ്കിൽ ബ്രിട്ടീഷുകാരായാലും അതിന് മുൻപുള്ള അധിനിവേശ ശക്തികൾ വന്നതിന് ശേഷം ഈ രാജാക്കന്മാരുടെ ഭരണം തകർത്തുകൊണ്ട് അവർ ഏറ്റെടുക്കുകയും പിന്നീട് അതിനുശേഷം നമ്മുടെ ഭാരതത്തിൽ അരങ്ങേറിയിട്ടുള്ള ഒരുപാട് ഭാരത കൊലപാതകങ്ങളായിക്കോട്ടെ സംഭവങ്ങളായിക്കോട്ടെ ഇതൊക്കെ ചരിത്ര പുസ്തകത്തിൽ നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അവിടെ നിങ്ങോട്ട് തന്നെയാണ് സത്യത്തിൽ നമ്മുടെ നിയമത്തിൽ ലൂപ്പ് ഹോളുകൾ മാത്രം ഇട്ടുകൊണ്ട് നിയമം എഴുതുക, അതല്ലെങ്കിൽ ആ ലൂപ്പ് ഹോളുകൾ മാത്രം ഇട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് കുറ്റപത്രം കൊടുക്കുക. അത് കോടതിയിൽ എത്തുന്നതോടുകൂടി തന്നെ അവർ കൃത്യമായിട്ട് രക്ഷപ്പെടും എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഈ രക്ഷപ്പെടുന്ന പ്രതികളെ കുറിച്ച് സത്യത്തിൽ ഇന്ന് മലയാളികളായാലും ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളാണെങ്കിൽ പോലും പിന്നീട് ഇവരെ കുറിച്ച് നമ്മൾ ആരും ബോധവാന്മാരാവാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പ്രതികൾ എവിടെ പോയി എന്നുള്ളത് നമ്മൾക്കറിയില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിർഭയ കേസിൽ തന്നെ 17 വയസ്സോ 16 വയസ്സോ ഉള്ള ഒരു കുട്ടിക്കുറ്റവാളി ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ക്രൂരത കാണിച്ചത് അവനായിരുന്നു. അവന് കുട്ടിക്കുറ്റവാളി ആയതുകൊണ്ട് തന്നെ വെറും 3 വർഷത്തെ തടവ് മാത്രമാണ് അവന് കിട്ടിയത്. അതും ആ തടവ് കഴിഞ്ഞതിന് ശേഷം അവൻ പുറത്തിറങ്ങി എവിടേക്ക് പോയി എന്നുള്ള സത്യത്തിൽ ആർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ അവനാണ് ആ കുട്ടിയെ പീഡിപ്പിച്ച സമയത്ത് ക്രൂരത കുറവാണ് എന്ന് കണ്ടപ്പോൾ ബസ്സിൽ നിന്നും ആ ജാക്കിയിൽ ഇവർ എടുത്തുകൊണ്ട് ആ കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ തകർക്കുന്ന രീതിയിലേക്ക് അത്ര കണ്ട് ക്രൂരത കാണിച്ചതെന്ന് നമുക്കറിയാം. ഇനി വേണ്ട ഗോവിന്ദ ചാമിമാരായാലും ഒരുപാട് എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മൾക്കറിയാം. ഇവരുടെ അന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയും ഇന്ന് ജയിലിൽ അവർ താമസിക്കുന്ന അവസ്ഥയും ഒക്കെ അവരെ ഇപ്പൊ കോടതികളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഷാരൂഖ് ഖാനെ വെല്ലുന്ന സൗന്ദര്യത്തോടു കൂടി നിൽക്കുന്ന ഈ ഒറ്റക്കാലനായിട്ടുള്ള ഈ ചങ്ങാതിയൊക്കെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളൊക്കെ എന്നോ മാറ്റിമറിക്കപ്പെടേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ നിരോധനത്തിന് ശേഷം ഈ ഭീകരവാദികൾ തീഹാർ ജയിലിൽ അടച്ചു. ഒരുപാട് നാളൊന്നും ഇവരെ ജയിലിലിടാനാവില്ല എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന മറ്റൊരു ഭീകരന് വേണ്ടി ഇവിടെ ഈ പ്രമേയം പാസാക്കുക 140 നമ്മുടെ എല്ലാ MLA മാരും ചേർന്ന് ഇത്ര കണ്ട് ആ ഒരു സന്ധിയോടുകൂടി തന്നെ പ്രമേയം പാസാക്കിയിട്ടുള്ളത് ഒരു മുസ്ലിം ഭീകരനായിരുന്നു. മാത്രമല്ല അയാൾ ഇവിടെ ജാമ്യത്തിൽ വരുന്ന സമയത്ത് അയാൾക്ക് വേണ്ടി സ്വീകരണം ഒരുക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ മത്സരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ തീഹാർ ജയിലിൽ കിടക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരന്മാർ പുറത്തിറങ്ങി കഴിഞ്ഞാലും അവർക്ക് സ്വീകരണം ഒരുക്കുന്നതിനെ പറ്റി ഇന്നേ അവർ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ നിയമത്തിന്റെ ഒരു ബലമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇത്തരത്തിൽ സൗദി ആയാലും ഖത്തർ ആയാലും അവർ നടപ്പിലാക്കുന്ന നിയമത്തെ ഇവിടെ ഇരിക്കുന്ന ഇസ്ലാമിക ജിഹാദികൾ വാഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു തൂക്കിക്കൊല്ലാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശിക്ഷ താഴെ കോടതിയിൽ നിന്ന് വിധിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന്റെ മേലെ കോടതിയിലേക്ക്, ജില്ലാ കോടതിയിലേക്ക് പോകുന്നു, ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അവസാനം സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ശിക്ഷിക്കപ്പെട്ട ആളുകൾ വെറുതെ വിടുന്ന അവസ്ഥ പോലും ഒരുപാട് കേസുകൾ നമുക്ക് കണ്ടാൽ അറിയാം. അതുകൊണ്ട് തന്നെയാണ് സൗദി ആയാലും ഖത്തർ ആയാലും അറബ് രാജ്യങ്ങളായാലും മറ്റേതൊരു വിദേശ രാജ്യമായാലും അവിടുത്തെ ശിക്ഷാരീതികളും നമ്മുടെ ഇവിടുത്തെ ശിക്ഷാരീതികളിലേക്ക് എത്തുന്നതിന് മുൻപുള്ള കോടതി നടപടികളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്നുള്ളതും അവിടെ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ ചങ്ങാതിക്ക് അപ്പീൽ ഇല്ല എന്നുള്ളത് ഈ രാജകീയ കോടതിയുടെ ഉത്തരവാണ് അവസാനം എന്നുള്ളത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം അവിടെ ശരീഅത്ത് നിയമപ്രകാരമാണ് ഭരിക്കപ്പെടുന്നത് എന്ന് നമ്മൾക്കറിയാം. ആ ശരീഅത്തിന് വേണ്ടി വാദിക്കുന്ന, ആ ശരീഅത്ത് നിയമത്തിന് വേണ്ടി കരയുന്ന, ആ ശരീഅത്തിന് വേണ്ടി നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക്